ഹായ് ഗൈസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോക്ക് സ്വാഗതം. ഈ ബീച്ച് നിങ്ങൾ കാണാൻ എന്താണ് പഞ്ചവടി ബീച്ച്. പഞ്ചവടി ബീച്ചിലേക്ക് തൃശ്ശൂരിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ ദൂരമുണ്ട്. ഏകദേശം തൃശ്ശൂരിൽ നിന്ന് 54 മിനിറ്റ് യാത്രാ സമയം വരേണ്ടി വരും. പഞ്ചവടി ബീച്ചിൻ്റെ അടുത്താണ് മറൈൻ വേൾഡ് അക്വേറിയം. വളരെ ശാന്തമായ തീരമാണ് കേട്ടോ. ഈ പഞ്ചവടി ബീച്ചിൻ്റെ അടുത്ത് കുട്ടികൾക്ക് കളിക്കാൻ ചെറിയ പാർക്കുകൾ, ചെറിയ സവാരികൾ എല്ലാം ഉണ്ട്. ഇവിടെ സൂര്യാസ്തം കാണാൻ നല്ല ഭംഗിയാണ്. പഞ്ചവടി ബീച്ചിൽ നല്ല വിശാലമായ ഒരു കടൽ തീരമാണ്. ഈ മറൈൻ്റെ അപ്പുറത്താണ് ഈ മറൈൻ വേൾഡ് അക്വേറിയം. പിന്നെ ഇവിടെ ചെറിയ തട്ടുകടകളുണ്ട്. പിന്നെ ഇവിടെ വൈകുന്നേരം എന്ന് കഴിഞ്ഞാൽ സമയം പോകുന്നത് ആണെന്ന് തന്നെ അറിയില്ല കേട്ടോ. ഇവിടെ കളിക്കാൻ ഇല്ല, കളിപ്പാട്ടുകൾ ഉണ്ട്. പട്ടം പറത്തി കളിക്കാനായിട്ട് പട്ടം ഞങ്ങൾക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടും. ഈ ബീച്ച് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിൽ എടക്കഴിയൂർ എന്ന സ്ഥലത്താണ്. അപ്പം ഇതൊരു ബീച്ചാണ് കേട്ടോ. പിന്നെ ഈ ബീച്ചിൽ ഞങ്ങൾക്ക് വഞ്ചിയൊക്കെ ഓടിക്കട്ടോ. ഇവിടെ വേണമെങ്കിൽ മീൻ എടുക്കണമെങ്കിൽ അതും പറ്റും കേട്ടോ. അവിടെ ഈ മീനും വഞ്ചിയൊക്കെ മീൻ പിടിക്കാനും വഞ്ചി ഓടിക്കാനും ഞങ്ങൾക്കത് ഇവിടെ ബീച്ചിൽ അങ്കൽമാരുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ അത്രയ്ക്കും തിരക്കില്ല കേട്ടോ, അത് കുറച്ച് ആൾക്കാരല്ലോ. അപ്പോൾ ഈ പഞ്ചവടി ബീച്ചിൻ്റെ അടുത്താണ് ഈ മറൈൻ വേൾഡ് അക്വേറിയം. അപ്പോൾ ഞങ്ങൾ നേരത്തെ പറഞ്ഞ അങ്കലന്മാറുകൾ ഇവിടെ നിന്ന് വെള്ളം കെട്ടാട്ട മീൻ പിടിക്കാൻ. അപ്പോൾ ഈ പഞ്ചവടി ബീച്ചാണ് നല്ലൊരു റെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലേസാണ് ഇത്. അവിടെ കുറേ കളിക്കാൻ ഒക്കെ പറ്റും. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് ബാക്കിൽ അവിടെ വഞ്ചികൾ, അവിടെ സാൻഡ് വെച്ചിട്ട് ഇവിടെ വെള്ളം വെച്ചിട്ട് ഡാൻസ് അതൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ബീച്ചിൽ ഞങ്ങൾക്ക് സാൻഡ് കാസലൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇത് വേവുകൾ വന്നുകൊണ്ടിരിക്കാത്ത വെള്ളത്തിൽ ഭയങ്കര ഫണ്ണായിട്ട് പോയി കളിക്കാട്ടെ ഈ പഞ്ചവടി ബീച്ച്. അപ്പോൾ ഞങ്ങളുടെ ഈ ബീച്ചിൽ ഞങ്ങൾക്ക് ഫൺ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ ഒരു അങ്കിളും ആൻറ്റിയും ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പഞ്ചവടി ബീച്ചിൻ്റെ ബാക്കിൽ കുറേ മരങ്ങളുണ്ട് കേട്ടോ. അത് ഭയങ്കര ഒരു ഹെൽത്തി ട്രീകളാണ് കേട്ടോ. അത് ഭയങ്കര നല്ലതായിട്ട് പ്ലേസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഒരു കാക്ക കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത് ഈ കാക്ക ആണ് കേട്ടോ. ഈ കാക്ക ഈ വെള്ളത്തിൽ മീൻ നോക്കാൻ ചെയ്യാൻ കേട്ടോ. നോക്കാൻ ചെയ്യാൻ തോന്നുന്നുണ്ട്. ശരിക്കും ചെയ്യാൻ ഞാൻ അറിയില്ല, പക്ഷെ അവിടെ ഇരിക്കുന്നുണ്ട്. ആ കാക്ക ഇരിക്കാണ്ട് വിശന്നത്താവും കേട്ടോ. ഇപ്പോൾ ഈ വെള്ളത്തിൽ ഈ കുഞ്ഞു വേവുകളൊക്കെ വരുമ്പോൾ ഞങ്ങളത് തൊടുമ്പോൾ ഞങ്ങൾ മുമ്പേക്ക് തന്നെ പോവുക പോലെ തോന്നാറ്റാ. ഭയങ്കര ഒരു സാറ്റിസ്ഫൈങ് പോലെയാണ് വെള്ളത്തിൽ നിൽക്കുമ്പോൾ. പിന്നെ ഈ ബീച്ചിൽ എല്ലാ ബീച്ചിലും വെള്ളത്തിലൊക്കെ നിൽക്കുമ്പോൾ എനിക്കൊരു കുറച്ച് പേടിയായിട്ട് തോന്നും കേട്ടോ. അവിടെ ഈ കുഞ്ഞു വേവിൽ വന്നിട്ട് ഞങ്ങൾക്കൊക്കെ കളിക്കാൻ പറ്റും കേട്ടോ. അവിടെ കുറേ ആക്ടിവിറ്റികൾ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും വരയ്ക്കാനൊക്കെ പറ്റും സാൻഡിൽ, ആ വെള്ള സാൻഡിൽ അല്ലെങ്കിൽ നോർമൽ സാൻഡിൽ പറ്റും. വെള്ളത്തിലാണെങ്കിൽ ഫ്ലോട്ട് ചെയ്യണമെങ്കിൽ ഫ്ലോട്ട് ചെയ്യാം. എല്ലാവർക്കും എൻ്റെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ
ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ് കേട്ടോ. ബൈ ബൈ.